രാജ്യത്തിന് മാതൃകയായ പുനരധിവാസ പദ്ധതിയാണ് കൊച്ചി നഗരസഭയുടെ തുരുത്തി ഇരട്ടഭവന സമുച്ചയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ കൊച്ചി കോർപ്പറേഷനും കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡും ചേർന്ന് നിർമ്മിച്ച ഇരട്ടഭവന സമുച്ചയങ്ങളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 394 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഫോർട്ട് കൊച്ചിയിൽ ഇരട്ടഭവന സമുച്ചയങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ കൊച്ചി കോർപ്പറേഷനും കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡും ചേർന്ന് നിർമ്മിച്ച ഇരട്ടഭവന സമുച്ചയങ്ങളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാജ്യത്തിന് മാതൃകയായ പുനരധിവാസ പദ്ധതിയാണ് കൊച്ചി നഗരസഭയുടെ ഇരട്ടഭവന സമുച്ചയമെന്ന് അദ്ദേഹം താക്കോൽദാന ചടങ്ങിൽ പറഞ്ഞു. തുരുത്തിയിലെ ഭൂരഹിത ഭവനരഹിതത്തുള്ള ഭവന സമുച്ചയം കൊച്ചിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസനത്തിനായി നിരവധി ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നതെന്നും കൊച്ചി മെട്രോ വികസനം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള വികസനം, കൊച്ചി വാട്ടർ മെട്രോ, പെട്രോ കെമിക്കൽ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നിവ അവയിൽ ചിലത് മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്ളാറ്റ് സമുച്ചയത്തിന് സമീപം നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഇതുപോലെ ആധുനികമായ ഒരു ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് ഈ സർക്കാർ ഒന്നാമതായി പരിഗണിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. ഇതെല്ലാമാണ് കഴിഞ്ഞ 10 വർഷമായി ബഹുമാനീയരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നവകേരളം കെട്ടിപ്പടുക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ആർക്കും കാണാതിരിക്കാൻ കഴിയാത്ത, ആർക്കും കണ്ണട ചെലുത്താക്കാൻ കഴിയാത്ത അടയാളങ്ങൾ എന്ന് പറയുന്നു. കൽവത്തി, കോഞ്ചേരി, തുരുത്തി കോളനികളിൽ താമസിച്ചു വരുന്ന 394 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഇരട്ട ഭവന സമുച്ചയങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 11 നിലകളായി നിർമ്മിച്ചിരിക്കുന്ന തുരുത്തി ടവർ 1 സമുച്ചയത്തിൽ 199 വീടുകളാണുള്ളത്. താഴത്തെ നിലയിൽ 14 കടമുറികളും അങ്കണവാടിയുമുണ്ട്. അതേസമയം 13 നിലയുള്ള തുരുത്തി ടവർ 2 സമുച്ചയത്തിൽ 195 വീടുകളും താഴത്തെ നിലയിൽ 18 കടമുറികളുമുണ്ട്. ഓരോ വീടുകളിലും ഡൈനിങ്, ലിവിംഗ് ഏരിയ, ഒരു കിടപ്പുമുറി, അടുക്കള, ബാൽക്കണി, 2 ശുചിമുറികൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് വിശിഷ്ടാതിഥിയായി. കൊച്ചി MLA KJ മാക്സി, സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി KV തോമസ്, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, ഡെപ്യൂട്ടി മേയർ KA അൻസിയ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് CEO ഷാജി V നായർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ TK അഷ്റഫ്, CA ഷക്കീർ, VD വത്സലകുമാരി, സീന ടീച്ചർ, VA ശ്രീജിത്ത്, മെട്രോപൊളിറ്റൻ വികസന സമിതി അധ്യക്ഷൻ ബെനഡിക്ട് ഫെർണാണ്ടസ്, നഗരാസൂത്രണ കാര്യം സ്ഥിരം സമിതി അംഗം J സനൽമോൻ, നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, മുൻ മേയർ സൗമിനി ജെയിൻ, നഗരസഭാ സെക്രട്ടറി PS ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കൗൺസിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ഞാൻ മേയറായി ചുമതലയെടുക്കുമ്പോൾ അസാധ്യമെന്ന് എല്ലാവരും ഒരുപക്ഷെ കരുതിയ ഒരു പദ്ധതിയാണ് തുരുത്തി ഭവന നിർമ്മാണ പദ്ധതി. പക്ഷേ നമ്മൾ അസാധ്യം എന്ന് കരുതിയ ഒരു പദ്ധതി, പാവങ്ങളുടെ സ്വപ്നം, കൊച്ചിയുടെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.